പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും നമസ്കാരം. പുതിയ മെത്തേഡിൽ ഉള്ള കട്ടിങ് കോഴ്സും ക്ലാസ്സുമാണ് ആരംഭിക്കുന്നത്. ഏറ്റവും ആദ്യം പഠിപ്പിക്കേണ്ടത് ഹെമ്മിങ്ങും ഹുക്ക് വയ്ക്കാനും മറ്റുമാണ്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തൽക്കാലം ആ ഭാഗം പിന്നീട് പഠിക്കാം. ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതും ഒരു വീഡിയോ ആയി ഉൾപ്പെടുത്താം. ഇന്നിവിടെ എടുക്കുന്ന ക്ലാസ് ഷോൾഡർ എങ്ങനെ മാർക്ക് ചെയ്യാം എന്നതാണ്. നമുക്ക് കട്ടിങ്ങിനും മാർക്കിങ്ങിനും ആവശ്യമുള്ള ടൂൾസിനെ പരിചയപ്പെടാം. എൽ ഷേപ്പാണത്. എൽ ഷേപ്പ് സ്കെയില് നിർബന്ധമായും ആവശ്യമുള്ളത്. പിന്നെ ട്രയാങ്കിൾ സ്കെയില് ബ്ലൗസ് കട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്, അത്യാവശ്യം വേണ്ടതാണ്. ട്രയാങ്കിൾ സ്കെയില് 2 തരമുണ്ട്. ഫ്രഞ്ച് കർവ് അത് നമുക്ക് വളരെ അത്യാവശ്യം. കഴുത്തിൻ്റെ ഷേപ്പുകൾ മാർക്ക് ചെയ്യാനും ആം ഹോൾ മാർക്ക് ചെയ്യാനും മൃഗാൾ മാർക്ക് ചെയ്യാനും അതുപോലെ മറ്റു പല ഷേപ്പുകൾക്ക് അത് അത്യാവശ്യമാണ്. ഷേപ്പ് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന സാധനം, പെൻസിലും എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. മാർക്കിംഗ് അതും മിക്കവാറും എല്ലാവർക്കും അറിയാം. തുണിയിൽ മാർക്ക് ചെയ്യാനുള്ളതാണ്. പെൻസിൽ ഷാർപ്പനർ അതും അറിയാത്തവർ വളരെ ചുരുക്കമാണ്. ഇത് മാർക്കിംഗ് വീല് പലതിൻ്റെയും അടയാളം എടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർക്കറാണത്. അതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാപ്ലർ. മാർക്കിംഗ് വീലിൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കോ അപ്പുറത്തെ സൈഡിലേക്കോ ചോക്കിൻ്റെ പൊടിയോ മറ്റോ ആവുന്നില്ല. അതിനുള്ളതാണത്. ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടത് 3 അളവുകളാണ്. അതിനു മുന്നേ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പേപ്പറിനെ 90 ഡിഗ്രിയിൽ വരച്ചെടുക്കണം. അതെന്തിനാണെങ്കിൽ ചെരിവോ വളവോ 90 ഡിഗ്രിയിൽ വരച്ചെടുക്കുന്നത് നമുക്ക് പേപ്പറിന് സ്ട്രെയിറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ മുകളിലത്തെ മാർക്കിൽ നിന്ന് 1 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യാം. അത് 90 ഡിഗ്രി നമ്മൾ ആ ട്രയാങ്കിൾ വെച്ച് വരച്ചാൽ മതി. അതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് വരുന്നത്. അപ്പോൾ 1 ഇഞ്ച് എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. ഷോൾഡർ ഡിവൈഡഡ് ബൈ 15 ആണ് അതിൻ്റെ മെത്തേഡ്. ഒരു 15 ഇഞ്ച് ഷോൾഡർ ആണെങ്കിൽ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടുക. 14 ആണെങ്കിൽ 1 പോയിൻ്റ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതിനെ റൗണ്ട് ചെയ്തിട്ട് 1 ഇഞ്ച് ആക്കുക. ഒരു പോയിൻ്റ് 2 പോയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റൗണ്ട് ചെയ്താൽ മതി. അതുകൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരില്ല. അതേസമയം ഒരു 1/2 ഇഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ കറക്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്തിട്ടില്ല, ഷോൾഡറിൻ്റെ ആ ലൈൻ വരച്ചിട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ്
കഴുത്ത് ഡിവൈഡഡ് ബൈ 5 ആണ് കഴുത്തിൻ്റെ അളവ്. അത് വെച്ചു. താഴേക്ക് നമുക്ക് ആവശ്യത്തിനുള്ളത് കൊടുത്തു. തൽക്കാലം 3 ഇഞ്ചിൽ താഴേക്ക് മാർക്ക് ചെയ്തു. ബോട്ട് നെക്ക് ആയതുകൊണ്ട് 3.5 ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ബോട്ട് നെക്കും ഡീപ്പ് നെക്കും തമ്മിലുള്ള വ്യത്യാസം, ഇതിൽ നമ്മൾ എല്ലാ ഷോൾഡറും ഇതേ മെത്തേഡിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഇത് ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിനും ബാക്കിനും 2 തരത്തിലാണ് ഷോൾഡർ മാർക്ക് ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ചാൽ ബാക്കിന് നമുക്ക് ചെറിയൊരു വളവുണ്ടാവും. ആ വളവുള്ളത് കൊണ്ട് ബാക്ക് കൂടുതലും ഫ്രണ്ട് കുറവായിരിക്കും. അതൊരു 95% ആളുകൾക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ബാക്കിനേക്കാളും 1 ഇഞ്ച് കുറച്ച് ഫ്രണ്ട് ഷോൾഡർ വയ്ക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഷോൾഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ അളവ് വെച്ചാൽ മതി. അതിനാണ് 3 അളവ് എടുക്കാൻ പറയുന്നത്. ഒന്ന് മെയിൻ ഷോൾഡർ എടുക്കുക, പിന്നെ 2 ഒന്ന് ബാക്കിലെ കൈക്കുഴി എന്നുള്ളതും ഫ്രണ്ടിലെ കൈക്കുഴി എന്നുള്ള ഷോൾഡർ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് ഷോൾഡർ, ബാക്ക് ഷോൾഡർ എന്ന് പറയും നമ്മളതിനെ. അപ്പോൾ ബാക്ക് കൂടുതലും ഫ്രണ്ട് കുറവായിരിക്കും ഉണ്ടാവുക. അതും ഈ പറഞ്ഞ പോലെ ഒരു 95% ആളുകൾക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. വളരെ അപൂർവമാണ് ഫ്രണ്ടും ബാക്കും ഒരേ അളവിൽ വരുള്ളൂ, അല്ലെങ്കിൽ ഫ്രണ്ട് കൂടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി നമുക്കൊരു ബോക്സ് വരയ്ക്കണം. അത് എന്തിനാണെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്കുള്ള ഒരു സൂചനയാണ്. പിന്നെ നമ്മുടെ മാർക്ക് ചെയ്യാൻ ഫ്രണ്ട് ഷോൾഡർ വെച്ചു. ഫ്രണ്ട് ഷോൾഡർ എന്ന് പറഞ്ഞാൽ മെയിൻ ഷോൾഡറിനേക്കാൾ 1 ഇഞ്ച് കുറച്ച് വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിലേക്ക് കൂട്ടി കൊടുക്കണം. അവിടെ ഒരു ഷേപ്പ് വേണം അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ വരച്ചിട്ടുള്ള ആ ബോക്സിന് ഒരു മെത്തേഡ് ഉണ്ട്, അതിനൊരു കണക്കുകളുണ്ട്. ആ കണക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം ഷോൾഡറിൻ്റെ കണക്കാണ് ഇപ്പോൾ ഇന്ന് പറഞ്ഞു തരുന്നത്. ഷോൾഡറിൻ്റെ കണക്ക് ഇത്രയേ ഉള്ളൂ. മെയിൻ ഷോൾഡർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് പകുതി കിട്ടി. അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്ത് വെച്ചാൽ ഫ്രണ്ട് ഷോൾഡർ കിട്ടി. മെയിൻ ഷോൾഡറിൽ നിന്ന് അപ്പോൾ അതിൽ ബോക്സ് വരയ്ക്കാം. ബാക്ക് ഷോൾഡറിൻ്റെ 1/2 ഇഞ്ച് കുറച്ച് ബോക്സ് മാർക്ക് ചെയ്യുക. അത് അടുത്തതിൽ കാണിച്ചു തരാം. എല്ലാം കൂടി ഒരുമിച്ച് ആകുമ്പോൾ വലിയ വലിയ വീഡിയോകളാവും. അപ്പോൾ എല്ലാവർക്കും കാണാൻ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് നീളം കൂടിയ വീഡിയോ കാണുമ്പോൾ ഇതാവുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കണ്ട് കാര്യങ്ങൾ പഠിക്കാം. അതിന് വേണ്ടിയാണ്. അപ്പോൾ ആം ഹോളിൻ്റെ ആ മെത്തേഡാണ് ഇപ്പോൾ ഞാനവിടെ വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനി എങ്ങനെയാണ് അതിൻ്റെ കണക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഷോൾഡറിൻ്റെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അതായത് ഷോൾഡർ ഡിവൈഡഡ് ബൈ 15. അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് കിട്ടി. അത് ചിലർക്ക് ഷോൾഡർ സ്ലോപ്പ് കൂടുതലുണ്ടാവും, ചിലർക്ക് 1 ഇഞ്ചിലും കൂടുതലുണ്ടാവില്ല. അത് ഈ പറഞ്ഞ പോലെ ഒരു 95% ആളുകൾക്കും ഷോൾഡർ ഡിവൈഡഡ് ബൈ 15 തന്നെയാണ് നടക്കുക. പിന്നെ ചില ആളുകൾക്കുണ്ട് ഷോൾഡർ ഇടിഞ്ഞ ആളുകൾ. അവർക്ക് ഷോൾഡറിന് ചിലപ്പോൾ 1.25 ഇഞ്ച്, 1.5 ഇഞ്ച്, 1.25 ഇഞ്ച് വരെയൊക്കെ വരാറുണ്ട്.
അത് നമ്മൾ അളവെടുക്കുമ്പോൾ ആ വ്യക്തികളെ ശ്രദ്ധിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണത്. ഇതിലിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇതിൻ്റെ ഷോൾഡറിൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് ഷോൾഡറാണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ബാക്ക് ഷോൾഡർ കൂടി ഞാൻ പറഞ്ഞു തരാം. അത് അടുത്ത വീഡിയോയിൽ രണ്ടാം ഭാഗത്തിൽ ബാക്ക് ഷോൾഡർ ഇടാം. അത് കഴിഞ്ഞ് ആം ഹോളിൻ്റെ ഇടാം. അങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് ഓരോ പാർട്സും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ട് തരാം. പിന്നെ ഈ പുതിയ മെത്തേഡ് കട്ടിങ് ഡയറക്റ്റ് തുണിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ വേറെ കട്ടിയുള്ള ഏതെങ്കിലും പേപ്പറിലോ ഇതിൻ്റെ പാറ്റേൺ ഉണ്ടാക്കിയതിന് ശേഷം വേണം തുണിയിൽ മാർക്ക് ചെയ്യാൻ. ഒന്നും പറ്റിയില്ല ഈ ന്യൂസ് പേപ്പറിലും ഇത് മാർക്ക് ചെയ്തെടുക്കാം. അതാണ് ഇതിന് ഒരു പ്രത്യേക കാര്യമുള്ളത്. അതെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ പേപ്പറിൽ നമ്മൾ പാറ്റേൺ എടുക്കുമ്പോൾ അതിന് സീം അലവൻസോ സ്റ്റിച്ചിങ് അലവൻസോ ഒന്നും ഉണ്ടാവില്ല. അതില്ലാതെയാണ് മാർക്ക് ചെയ്യലും കട്ട് ചെയ്യലും ഉണ്ടാവുക. അപ്പോൾ തുണിയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ സീം അലവൻസും മാർജിനും ഒക്കെ കൊടുക്കേണ്ടത്. അത് ധാരണയിൽ നിന്ന് വിട്ടു പോകരുത്. അത് പ്രത്യേകം ഓർമ്മയിലിരിക്കണം. ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ഇപ്പോൾ ഫ്രണ്ട് ഷോൾഡർ മാർക്ക് ചെയ്യലാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ഡ്രാഫ്റ്റ് പേപ്പറിനെ 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്തു, ലെങ്ത്ത് മാർക്ക് ചെയ്തു, ടച്ച് പോയിൻ്റ് മാർക്ക് ചെയ്തു, 1 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തു. ഇനി ഷോൾഡറിൻ്റെ പകുതി എടുക്കുക, അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്യുക, എന്നിട്ട് ബോക്സ് മാർക്ക് ചെയ്യുക. നമ്മൾ ഷോൾഡർ സ്ലോപ്പിൽ 1/2 ഇഞ്ച് ഷേപ്പിന് വേണ്ടി കൂട്ടി കൊടുക്കണം. കഴുത്തിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തതിൽ നിന്ന് ഷോൾഡർ സ്ലോപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്തേക്ക് സ്ട്രെയിറ്റ് വരയ്ക്കുക. അത് കഴുത്തിൻ്റെ ഒരു അടയാളം കിട്ടാൻ വേണ്ടി മാർക്ക് ചെയ്യുന്നതാണ്. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. കഴുത്തിന് അളവൊന്നും വെച്ചിട്ടില്ല. നമ്മൾ 1/2 ഇഞ്ച് ഷേപ്പ് കൊടുത്തേക്കാണ് ഇത് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഈ ബോക്സ് ഇപ്പോൾ നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കഴിഞ്ഞു.